2026 മെയ് മാസം 3-ാം തീയതി മുതൽ 9 വരെയുള്ള 7 ദിവസങ്ങളിലെ ഒരാഴ്ചക്കാലത്തെ 12 രാശിക്കാർക്കുമുള്ള സാമാന്യ ഫല പ്രവചനം നിരൂപണം നടത്തി നോക്കുകയാണ്. ഇവിടെ ഗ്രഹസ്ഥിതി വെച്ച് നോക്കുകയാണെങ്കിൽ സൂര്യനും ബുധനും മേടത്തിലാണ്, ശുക്രൻ ഇടവത്തിലും, ഗുരു മിഥുനത്തിലും, ചൊവ്വയും ശനിയും മീനത്തിലും, രാഹു മകരത്തിലും, കേതു ചിങ്ങത്തിലുമാണ്. നമുക്കാദ്യം മേടം രാശിയുടെ നോക്കാം. ഏരീസ് എന്നാണ് ഇംഗ്ലീഷിൽ അതിന് പറയുന്ന പേര്. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം ഈ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മേടക്കൂറ്. മേടക്കൂറിൽ ഈ ആഴ്ച സൂര്യനും ബുധനും ലഗ്നത്തിലിരിക്കുന്നത് സ്വന്തം ഒരു വ്യക്തിത്വത്തെ, അതുപോലെ ചിന്താശേഷി അത് ഒക്കെ കൂടുതൽ ഉദ്ദീപിപ്പിക്കുന്നു എന്ന് പറയേണ്ടതാണ്. അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്കൊരു കൂടുതൽ ആത്മവിശ്വാസത്തോടു കൂടി പ്രവർത്തിക്കാൻ സാധിക്കും. നേതൃപരമായിട്ടുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കും. അതുപോലെ പുതിയ തീരുമാനങ്ങളൊക്കെ എടുക്കാനും, പ്രത്യേകിച്ച് അവനവൻ്റെ കർമ്മ മേഖലയിൽ, അത് ബിസിനസ്സാണെങ്കിലും ജോലിയാണെങ്കിലും അവിടെ വളരെ ഭംഗിയായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും. അതിൽ നിങ്ങളുടെ ഹയറപ്സ് നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള പ്രോത്സാഹനം തരികയും നിങ്ങളുടെ നേതൃപാടവത്തെ ശ്ലാഘിക്കുകയും ചെയ്യും. ഓരോ പ്രവൃത്തിയിലും ഈ മേടക്കൂറുകാരൻ ആയിരിക്കും മിക്കവാറും അതിൻ്റെ പ്രൊജക്റ്റിൻ്റെ മുൻകൈ എടുക്കുന്നയാൾ. എന്നാൽ 12-ാം ഭാവത്തിൽ കുജനും ശനിയും, 2 ആഗ്നേയ കുജ ശനി സംയോഗം അത്ര നല്ലതല്ല. അതുകൊണ്ട് പ്രവർത്തനങ്ങളിലൊക്കെ ചില തടസ്സങ്ങളും വരാൻ സാധ്യതയുണ്ട്. ചില ദുഷ്കീർത്തികൾ വരാനോ അല്ലാന്നുണ്ടെങ്കിൽ പ്രൊജക്റ്റുകളിലും ഒക്കെ പ്രവർത്തനങ്ങളിലും മറ്റുമൊക്കെ ചില സംഘർഷങ്ങൾ ഉണ്ടാകാനും ഒക്കെ സാധ്യതയുണ്ട്. അവനവൻ്റെ മനസ്സിൽ ഉള്ള പ്ലാൻ അനുസരിച്ച് വേണ്ട വിധം പ്രവർത്തിക്കാൻ തന്നോടൊപ്പം നിൽക്കുന്നവർ ചിലപ്പോൾ എതിർത്തു എന്നിരിക്കും. ധനപരമായിട്ട് അനുകൂലമാണ്. ശുക്രൻ ഇടവത്തിലാണ്, ആയതുകൊണ്ട് വരുമാനം വർദ്ധിക്കും. പല സൗകര്യങ്ങളും ഉണ്ടാകും. ആഡംബര ചെലവുകളും കുറച്ച് കൂടുന്നതാണ്. ആയതുകൊണ്ട് ഉള്ള ധന കമ്മി ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബജീവിതത്തിൽ നിങ്ങളുടെ വാക്കിനായിരിക്കും പ്രാധാന്യം ഉണ്ടാവുക. എന്നാൽ വാക്കുകളുടെ കൊണ്ട് ഉള്ള ചില പ്രശ്നങ്ങൾ കുടുംബത്തിൽ ഉണ്ടാകാൻ, അതായത് വാക്കുകൾ പറഞ്ഞ് വാക്കിൻ്റെ കടുപ്പം കൊണ്ട് ഉണ്ടാകാവുന്ന ചില സംഘർഷങ്ങളോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ കുടുംബത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. ശിരസ്സ് സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങളോ ഒക്കെ ഉണ്ടാകാൻ, കണ്ണിനും രോഗങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള രോഗങ്ങളുള്ളവർക്ക് അത് കൂടുതലാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഉറക്കക്കുറവ് ഉണ്ടാകും. അത് ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. തലവേദന, അതുപോലെ കണ്ണിന് വേദന അല്ലെങ്കിൽ അതിന് കണ്ണിന് ചില ദീനങ്ങൾ, ഇതൊക്കെയാണ് നമുക്ക് ആരോഗ്യപരമായിട്ട് ഇവർക്കുണ്ടാകുന്നത്. സൂര്യനെ പൂജിക്കുക, സൂര്യ നമസ്കാരം ചെയ്യുക, സൂര്യന് അർഘ്യാദികൾ കൊടുക്കുക, അതുപോലെ ശിവന് പൂജ ചെയ്യുക, ശിവക്ഷേത്ര ദർശനം നടത്തുക, അഭിഷേകം നടത്തുക, ഇതൊക്കെയും പ്രത്യേകിച്ച് ശ്രീരുദ്രം കൊണ്ടുള്ള അഭിഷേകവും മറ്റും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ നൽകുന്നതിന് പറ്റുന്നതായിട്ടുള്ള പരിഹാരമാണ്.